മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ്. നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് വൈഷ്ണയുടെ തീരുമാനം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയത് പട്ടികയിലെ ക്രമക്കേടാണെന്നാണ് വൈഷ്ണയുടെ വാദം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വൈഷ്ണ തെറ്റായ മേൽവിലാസം നൽകിയെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി വൈഷ്ണ നൽകിയ മേൽവിലാസത്തിൽ മറ്റൊരു കുടുംബമാണ് താമസിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു CPM പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണ സുരേഷിന്റെ പേര് നീക്കിയത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് വൈഷ്ണ സുരേഷ് നാളെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ച ആളായിരുന്നു വൈഷ്ണ സുരേഷ്. അത്യധികം പ്രതീക്ഷ കോൺഗ്രസ് പുലർത്തിയിരുന്ന ഒരു സീറ്റ് തന്നെയായിരുന്നു വൈഷ്ണയുടേത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം ചൂണ്ടിക്കാട്ടിയതായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി, അതും കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരിക്കും വൈഷ്ണ എന്ന്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം കൊഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതോടെയാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കം പുരോഗമിച്ചിരുന്ന സാഹചര്യത്തിലായിരുന്നു ഒരു നടപടി ഉണ്ടാകുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി പ്രചരണം നിർത്തിവെക്കുകയും ഇതിനെ നിയമപരമായി നേരിടുമെന്നും വൈഷ്ണ അറിയിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വൈഷ്ണ കടക്കുന്നത്. നാളെ ഹൈക്കോടതിയിൽ വൈഷ്ണ ഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയത് പട്ടികയിലെ ക്രമക്കേടെന്നാണ് വൈഷ്ണയുടെ വാദം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വൈഷ്ണ തെറ്റായ മേൽവിലാസം നൽകിയെന്ന് കാണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി വൈഷ്ണ നൽകിയ മേൽവിലാസത്തിൽ മറ്റൊരു കുടുംബമാണ് താമസിക്കുന്നതെന്നായിരുന്നു CPM ചൂണ്ടിക്കാട്ടിയത്. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ മുട്ടട വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ്.